അശ്വത് ഒരു മിനിറ്റ്. ഓക്കെ ടീച്ചർ. ടീച്ചർ അശ്വത് ആ ഒരു ഞാൻ മിനിറ്റ്. ഞാൻ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തിട്ടേ അത് ജസ്റ്റ് ഒന്ന് അത് കണ്ടില്ല. ഒരു മിനിറ്റ്. നമ്മൾ ലാസ്റ്റ് എവിടെയായിരുന്നു നിർത്തിയത്? അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു അല്ലേ? സ്ക്രീൻ കാണാവോ അശ്വത്? കാണാൻ. റിലേഷണൽ ഓൾറെഡി പറഞ്ഞല്ലായിരുന്നു? അസൈൻമെന്റ് അല്ലേ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്? അതെ. ലോജിക്കൽ പറഞ്ഞായിരുന്നോ അശ്വത്? ലോജിക്കൽ പറഞ്ഞായിരുന്നു. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. ഈ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ കണ്ടീഷനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത്, അല്ലെ ചെക്ക് ചെയ്യുന്ന സമയത്ത്. എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്കിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കണ്ടീഷനിൽ നമ്മൾ നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനെ ഓപ്പറേറ്റർ നമ്മൾ മെൻഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഏതെന്ന് പറയുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇപ്പൊ സപ്പോസ് നമ്മളൊരു നമ്പറിനെ നമ്മൾ എന്താണ് ഗ്രേറ്റർ താൻ ആണോ, രണ്ട് നമ്പേഴ്സിനെ നമ്മൾ കമ്പയർ ചെയ്യാണ്. ഒരു നമ്പർ മറ്റേതിനെ ഗ്രേറ്റർ ആണോ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ രണ്ട് നമ്പേഴ്സിനെ ഏതാണ് ബിഗ് നമ്പർ, ഏതാണ് ഗ്രേറ്റർ നമ്പർ, ഏതാണ് ലീസ്റ്റ് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കും അല്ലെ? ഒരു കണ്ടീഷനിലൂടെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആദ്യം ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു കണ്ടീഷൻ കൊടുക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ഈ കണ്ടീഷൻ
ട്രൂ ആയാൽ നമുക്ക് എന്ത് എക്സ്പ്രഷൻ ആണ് പ്രിന്റ് ചെയ്ത് വരേണ്ടത്? അതാണ് ഈ എക്സ്പ്രഷൻ 1. മനസ്സിലായല്ലോ? അതായത് ഏത് എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇത് ട്രൂ ആകുമ്പോൾ പ്രിന്റ് ചെയ്ത് വരേണ്ടത്, അതാണ് എക്സ്പ്രഷൻ 1ൽ നമ്മൾ കൊടുക്കുന്നത്. ഇനി എക്സ്പ്രഷൻ 2 എന്ന് പറയുന്നത് ഇതിന്റെ ഫോൾസ് കണ്ടീഷൻ ആണ് കൊടുക്കുന്നത്. ഇതിന്റെ ഫോൾസ് കണ്ടീഷൻ ആണ് നമ്മൾ എക്സ്പ്രഷൻ 2ൽ കൊടുക്കുന്നത്. ക്ലിയർ ആയാലും? അപ്പൊ ഇത്രയുമാണ് ഇതിനകത്ത് മെയിൻലി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ ഇതിന്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സിന്റാക്സ് ഉണ്ട്. ഈ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്: കണ്ടീഷൻ ട്രൂ ആണ് എക്സ്പ്രഷൻ 1 വർക്ക് ആവും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 2 ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ആയല്ലോ? ഇതിന്റെ സാമ്പിൾ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഫസ്റ്റ് വൺ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ കൊടുത്തു, എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണ് നോക്കി, ക്വസ്റ്റ്യൻ മാർക്ക്. ഈ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ ഏതാണ് ഗ്രേറ്റർ? എക്സ് ഈസ് ഗ്രേറ്റർ. ഓക്കെ, ദെൻ അല്ലെങ്കിലോ വൈ ഗ്രേറ്റർ, അല്ലെ? എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണ് നോക്കി, എക്സ് ഈസ് ഗ്രേറ്റർ, അല്ലെങ്കിൽ എന്താണ്? വൈ ഈസ് ഗ്രേറ്റർ. ഓക്കെ, ഇത്രയുള്ള കണ്ടീഷൻ. അപ്പൊ ഇതൊരു കണ്ടീഷൻ ആയിട്ട് നമുക്ക് പറയാം. ഇതിന്റെ എക്സാമ്പിള് ഹാഷ് ഇൻക്ലൂഡ് stdio.h കൊടുത്തിരിക്കുന്നുണ്ടല്ലോ. അതില് നമ്മൾ മെയിൻ ഫംഗ്ഷൻ കൊടുത്തു, അതിനകത്ത് ഒരു മാർക്ക് ഇന്റ് മാർക്ക് കൊടുത്തു, ഇന്റ് മാർക്ക്. പ്രിന്റ്എഫില് എന്റർ മാർക്ക് കൊടുത്തു, കണ്ടല്ലോ? ഒരു മാർക്ക് നമ്മൾ എൻട്രി ചെയ്യിക്കുകയാണ്. സ്കാൻഎഫില് നമ്മൾ %d കൊടുത്തു, എന്നിട്ട് ആംപർസാൻഡ് മാർക്ക് കൊടുത്തു, ആംപർസാൻഡ് മാർക്ക്. ഇപ്പോഴും ഓർക്കുക, പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ്എഫിലാണ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടി കൊടുക്കുന്ന. സ്കാൻഎഫില് നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി, അതെങ്കിൽ നമ്മൾ അറിയാലോ അതിന്റെ ഹോൾഡ് ചെയ്യാൻ വാല്യൂ കൊടുക്കുന്നതിനാണ്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? അത് %d കൊടുത്ത് വേണം നമ്മൾ ആംപർസാൻഡ് മാർക്ക് കൊടുക്കാൻ. ഓക്കെ, %d എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് ആ വാല്യൂ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് %d കേട്ടോ. പിന്നെ ആ വാല്യൂ ഹോൾഡ് ചെയ്യാൻ ഒരു പ്ലേസ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് %d. ആംപർസാൻഡ് മാർക്ക് എന്ന് പറയുന്നതാണ് അവിടുത്തെ അഡ്രസ്സിലേക്ക് ഹോൾഡ് ചെയ്യപ്പെടേണ്ട വാല്യൂ എന്ന് പറയുന്നത്. ദെൻ പുട്ടില് നമ്മൾ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40, ക്വസ്റ്റ്യനില് പാസ്റ്റ് അല്ലെങ്കിൽ ഫെയിൽഡ് ഇങ്ങനെ കൊടുത്തു. നമ്മൾ പുട്സ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40, ക്വസ്റ്റ്യൻ മാർക്ക് പാസ്റ്റ് അല്ലെങ്കിൽ ഫെയിൽഡ്, കണ്ടല്ലോ? റിട്ടേൺ 0 കൊടുത്തു. അപ്പൊ ഇവിടെ എന്താ നമ്മൾ കൊടുക്കുന്നത്? മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണെന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പുട്സും ഗെറ്റ്സും പുട്സും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗെറ്റ്സ് ആൻഡ് പുട്സ് കേട്ടിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് കുഴപ്പമില്ല. ഇതൊരു ജസ്റ്റ് നമ്മൾ ഈ സ്ട്രിങ്ങുകളില്ലേ, സ്ട്രിങ്, ഇവിടെ ഇപ്പൊ നമ്മൾ സ്ട്രിങ്ങുകൾ ഇൻപുട്ട് ചെയ്ത് ഇപ്പൊ ഈ മാർക്ക് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രിങ്ങുകള് നമ്മൾ ഒരു സ്ട്രിങ് ആയിട്ടുള്ള വാല്യൂവിനെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് പുട്സും ഗെറ്റ്സും. വാല്യൂ ഇല്ലേ, സ്ട്രിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ, നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്ന വാല്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ നമ്മൾ എടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് പുട്സ് ആൻഡ് ഗെറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പുട്സ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ കൊടുക്കുന്ന അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ ആണ് പുട്സ് കൊടുക്കുക. അപ്പൊ മാർക്കിൽ ഇപ്പൊ നമ്മൾ മാർക്ക് അവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ആ മാർക്കിനെയാണ് നമ്മൾ 40 വെച്ചിട്ട് കമ്പയർ ചെയ്യണം. 40യേക്കാളും ഗ്രേറ്റർ ആണോ നോക്കി, ഗ്രേറ്റർ ആണെങ്കിൽ പാസ്ഡ് അല്ലെങ്കിൽ ഫെയിൽഡ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ റിട്ടേൺ 0 കൊടുത്തു ലാസ്റ്റ്. ക്ലിയർ ആയല്ലോ? അത് അറ്റ് ടൈമിൽ നമുക്ക് ഒരൊറ്റ കണ്ടീഷനിൽ 2 ട്രൂ ആൻഡ് ഫോൾസ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഇത് കൊടുക്കുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്ന അതിന് വേണ്ടിയാണ്. മനസ്സിലായല്ലേ? ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം. ഇതിപ്പം ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം ആണ്, വേറെ ഒരു ഇതില്ല അതിനകത്ത് കേട്ടോ. ഇനി ഇതിന്റെ ഇങ്ങനെ വരും, നമുക്ക് എന്റെ മാർക്ക് ഒന്ന് നോക്കി. അപ്പൊ ഞാൻ 39 കൊടുത്താൽ 39 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണോ നോക്കും. അതെ, അപ്പൊ അതോട് നമുക്ക് ഇതാണോ നോക്കും, ദെൻ അല്ലല്ലോ. അപ്പൊ ഇത് ഫാസ്റ്റ് വർക്ക് ചെയ്യില്ല, ഫീൽഡ് വർക്ക് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇത്രേ ഉള്ളൂ ആദ്യത്തെ ഫസ്റ്റ് ടൈം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ടൈപ്പ് കൺവേർഷൻ ആണ് അടുത്ത സീരിയൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡേറ്റ. അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ചുറ്റും നമ്മൾ ഡേറ്റ ഇൻഡിജർ ആയിട്ട് കൊടുക്കാറുണ്ട്, ക്യാരക്ടർ ആയിട്ട് കൊടുക്കാറുണ്ട്, ഫ്ലോട്ട് ആയിട്ട് കൊടുക്കാറുണ്ട്,
സ്ട്രിങ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മൾ കൊടുക്കാറില്ലേ? അതിലെ ഓരോ ടൈപ്പ് ഡേറ്റയും ഇപ്പൊ നമ്മൾ സാധാരണ ഞാൻ ഇൻപുട്ട് ഇൻഡിജർ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനത്തിനെ ഫ്ലോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഫ്ലോട്ട് ആയിട്ട് കൊടുക്കുന്നതിന് എനിക്ക് നോർമലി എന്താണ് ഇൻഡിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഫ്ലോട്ട് ആയിട്ട് കൊടുക്കുന്നതിനെ ക്യാരക്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ക്യാരക്ടർ ആയിട്ട് കൊടുക്കുന്നതിന് എനിക്ക് എന്താണ് സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇങ്ങനെ എന്ത് ഡേറ്റയും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്ന പേരിൽ നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതില് നമ്മള് നോർമൽ കേസിൽ ഈ കൺവേർഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താ ഒന്നിനെ വേറൊന്നായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ക്യാരക്ടറിനെ ഇൻഡാക്കാം, ഇൻഡിജറിനെ ക്യാരക്ടർ ആക്കാം, ക്യാരക്ടറിനെ സ്ട്രിങ് ആക്കാം. അങ്ങനെ 2 ടൈപ്പ് കൺവേർഷൻസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ടൈപ്പ് കൺവേർഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതില് 2 ടൈപ്പ് ഓഫ് കൺവേർഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആൻഡ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇതിൽ ഫസ്റ്റ് കൺവേർഷൻ എന്ന് പറയുന്ന ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് കൺവേർഷൻ ഈസ് യൂഷ്വലി പെർഫോംഡ് ബൈ ദ കമ്പൈലർ. അതായത് നോർമലി കമ്പൈലർ തന്നെ ചെയ്യുമല്ലോ ചില കാര്യങ്ങളൊക്കെ. നമ്മൾ കമ്പൈലേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ബൈനറിയിലായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമല്ലോ. അപ്പൊ ഇതിൽ ഇങ്ങനെയാണ്, ദിസ് ടൈപ്പ് ഓഫ് കൺവേർഷൻ ഈസ് യൂഷ്വലി പെർഫോംഡ് ബൈ കമ്പൈലർ വെൻ, എപ്പോഴാണ് നെസസറി വിത്തൗട്ട് എനി കമാൻഡ് ബൈ ദ യൂസർ. ഓക്കെ, അതായത് ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻ അതിനെ പറയാം നമ്മൾ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കമാൻഡ് കൊടുക്കാതെ, അതായത് യൂസറിലൂടെ കമാൻഡ് കിട്ടാതെ തന്നെ നമ്മൾ എന്താണ് ഒരു കാര്യം നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, അതായത് കമ്പൈലർ തന്നെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം? ടൈപ്പ് കൺവേർഷൻ. ടൈപ്പ് കൺവേർഷൻ. അതിൽ ഈ ടൈപ്പ് കൺവേർഷൻസിൽ ഇംപ്ലിസിറ്റ് ഉണ്ട്. ആ ഇംപ്ലിസിറ്റ് ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻസിനാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയാം. ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ നമ്മൾ ഇതിന് ഈ കമ്പൈലർ പെർഫോം ചെയ്യുന്നപ്പോഴേ, ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലി ആ കൺവേർഷൻ നടക്കും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇതാണ് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇതിനകത്ത് ഒരു പോയിന്റും കൂടെ നമുക്ക് നോക്കണം. അതായത് ഇപ്പം ഒരു പ്രോഗ്രാമിൽ തന്നെ നമുക്ക് മോർ ദാൻ 1 ഡേറ്റയെ കൺവേർട്ട് മോർ ദാൻ 2 നമുക്ക് ടൈപ്പ് കൺവേർഷൻ ചെയ്യേണ്ടി വരും. ആ ഒരു കേസിൽ ടൈപ്പ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് കൺവേർഷൻ നടന്ന് അതിന് അടുത്ത കൺവേർഷൻ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. മോർ ദാൻ 1 ഡേറ്റ ടൈപ്പിനെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നോർമലി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത് അറ്റ് എ ടൈമിൽ. ഇവിടെ ഈ ഒരു ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചേ. ലോങ് ഡബിൾ, അതായത് നമുക്കിപ്പം ഒരു ലോങ് ഡബിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട് അല്ലെ, ഇൻഡിജർ ഉണ്ട്, ലോങ് ഇന്റ് ഉണ്ട്, അൺസൈൻഡ് ഇന്റ് ഉണ്ട്, ഇൻഡിജർ ഉണ്ട്, ക്യാരക്ടർ ഷോർട്ട് ഇന്റ് ഉണ്ട്. ഇങ്ങനെ പറഞ്ഞ പല കേസസും ഉണ്ട് ഇവിടെ അല്ലെ. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് എന്താ? ലോങ് ഡബിളാ. ഈ ലോങ് ഡബിളിനെ നമുക്ക് ഡബിൾ ആക്കാം, ഡബിളിനെ നമുക്ക് ഫ്ലോട്ട് ആക്കാം, ഫ്ലോട്ടിനെ അൺസൈൻഡ് ലോങ് ആക്കാം, അതിനെ വീണ്ടും ലോങ് ഇന്റ് ആക്കാം, അൺസൈൻഡ് ഇന്റ് ആക്കാം, ഇൻഡിജർ ആക്കാം, ക്യാരക്ടർ ആക്കാം, അങ്ങനെ പോലും. ഒരു റൗണ്ട് ഓഫ് ഒരു സൈക്ലിക് പ്രോസസ് പോലെ ഇതിങ്ങനെ കൺവേർട്ട് ചെയ്യാം നമുക്ക്. മനസ്സിലായല്ലോ? ഇതിൽ ഏത് വേണേലും നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കേസാണിത്. ക്ലിയർ ആയല്ലോ അല്ലെ? അപ്പൊ ഇവിടെ ഈ കമ്പൈലർ ശരിക്കും എന്തായിരുന്നു? ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുന്ന ഡേറ്റയിലേക്ക്, അതായത് നമ്മൾ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, നോർമലി എക്സ്പാൻഡ്. ഇപ്പൊ നമ്മൾ ഒരു ഡേറ്റ കൊടുത്തെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതിനെ ആക്സസ് ചെയ്ത് അതേ രീതിയിൽ തന്നെ നമുക്ക് അത് എക്സ്പ്രസ് ചെയ്ത് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വിത്തൗട്ട് യൂസർ ഡെഫിനിഷൻ, അതായത് നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ നേരിട്ട് ഡയറക്ട്ലി ദാറ്റ് ഈസ് കൺവേർട്ടഡ്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ടൈപ്പ് കൺവേർഷൻസ് എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, കൺവേർട്ട് ചെയ്യുക എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് റൂൾസ് എന്ന് നോക്കാം. ക്യാരക്ടർ അല്ലെ ഷോർട്ട് ടൈപ്പ് ഓപ്പറൻസ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു ഇന്റ്. അതായത് ക്യാരക്ടറിനെയോ ഷോർട്ടിനെയോ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡിജറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ദ ഓപ്പറേറ്റർ ഓഫ് ടൈപ്പ് ലോങ് ഡബിൾ. ഒരു എക്സ്പ്രഷൻ നമ്മൾ കൊടുത്തു, അതിനകത്ത് ലോങ് ഡബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് കൺവേർഷൻ, ലോങ് ഡബിളിൽ ഇരിക്കുന്ന സാധനത്തിനെ നമ്മൾ ഡബിളിലേക്കോ ഏത് കറസ്പോണ്ടിങ് ഡേറ്റ ടൈപ്പിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഫ്ലോട്ടിൽ ഇരിക്കുന്ന സാധനത്തിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. എന്തായിട്ടാ? ഫ്ലോട്ട് ടൈപ്പ്. നോർമലി നമ്മൾ ഫ്ലോട്ട് ടൈപ്പായിട്ടോ അല്ലെങ്കിൽ ഇൻഡിജർ ടൈപ്പായിട്ടോ ആണ് കൺവേർട്ട് ചെയ്യുന്നത്. ലോങ് ഇൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ലോങ്ങിൽ കിടക്കുന്ന ഒരു സാധനം നമ്മൾ ഷോർട്ട് ഇൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെ ലോവർ ഡിവിഷൻസ് അല്ലെങ്കിൽ ലോങ്ങിൽ കിടക്കുന്നതിനെ ഫ്ലോട്ട് ഡിവിഷൻസ് അങ്ങനെയൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് കുറച്ച് റൂൾസ് ഏതൊക്കെ പറ്റും എന്നുള്ളതാണ്. ക്യാരക്ടർ പറ്റും, ലോങ് ഡബിൾ പറ്റും,
ഫ്ലോട്ട് പറ്റും, ലോങ് ഇന്റ് പറ്റും, അതുപോലെ തന്നെ നമ്മൾ ഇന്റിജർ ടൈപ്പ് പറ്റും. മനസ്സിലായല്ലോ? ഈ ഉം. ഹെക്സാഡെസിമൽ, ഡെസിമൽ, ഇന്റിജർ കൺവേർഷൻ എന്നൊക്കെ പറഞ്ഞ് ബൈനറി കൺവേർഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ സാധനം പോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല ഇത്. ഇതിപ്പോ സിമ്പിൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയേ. ഇന്റ് എ ഈക്വൽ ടു 20, ഇന്റിജർ വാല്യൂ ആണ് 20, അതെനിക്ക് ഡബിളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഡബിൾ ബി ഈക്വൽ ടു 20.5. ഇത് രണ്ട് വാല്യൂവും നമ്മൾ കൊടുത്തിരിക്കുന്ന രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടാണ്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്, പക്ഷെ ആൻസർ കിട്ടുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയി. ഇതിനകത്ത് ഏത് വരും, ഇൻറ്റു വരുമോ ഡബിൾ വരും? ഒരെണ്ണം നമ്മൾ കൊടുത്തിരിക്കുന്ന ഡബിളിലും ഒരെണ്ണം കൊടുത്തിരിക്കുന്ന ഇന്റിജറിലും. മനസ്സിലായില്ലേ? പക്ഷെ പോയിന്റ് വരുന്ന ഫ്ലോട്ട് അല്ലേ? അതെ, ഡബിൾ അല്ല, ഡബിൾ ഫ്ലോട്ട് ഏത് വേണേലും കൊടുക്കാം നമുക്ക്. രണ്ടും ഒരേ മീനിങ് ആണ്. അതെ അതെ. അതിൽ ഇതിന്റെ സൈസാണ് നമ്മൾ ഡിഫറെന്റ് വരുന്നത്. സൈസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇന്റിജറിന്റെ സൈസ് അല്ലല്ലോ മറ്റേ ലോങ് ഇന്റിന്. അങ്ങനെ ലോങ് ഡബിൾ ഉണ്ട്, അങ്ങനെ ഫ്ലോട്ടിന് തന്നെ ഹയർ ടൈപ്പ് വരുന്നതാണ് ലോങ് ഡബിൾ. കേട്ടോ? അപ്പൊ ഇതില് ഈ ഡബിളിൽ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിനെ നമ്മൾ വീണ്ടും ആൻസർ കണ്ടുപിടിക്കേണ്ട എയും ബിയും ആഡ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ശരിക്കും സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യും 20 കൊടുത്തിരിക്കുന്ന ഇന്റിജർ ആയിട്ടും 20.5 കൊടുത്തിരിക്കുന്ന ഡബിൾ ആയിരിക്കും. പക്ഷെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഡബിളിൽ തന്നെ കിട്ടും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഇന്റ് വാല്യൂവിനെ സിസ്റ്റം തന്നെ ഡബിളിലേക്ക് കൺവേർട്ട് ചെയ്യും. മനസ്സിലായല്ലോ? ഇതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ആൻസർ ഇതിനകത്ത് കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ പെർഫെക്റ്റ് ഫ്ലോട്ട് ഡബിൾ വാല്യൂ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് 40.50000 അങ്ങനെ അങ്ങനെ ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. ക്ലിയർ ആയല്ലോ? ദാറ്റ് മീൻസ് അവിടെ ഇന്റിജർ ആയിട്ടുള്ള നമ്മൾ ഇന്റിജർ കൊടുത്തെങ്കിലും അത് നോർമലി എന്ത് ചെയ്തിട്ടുണ്ട്, കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ പറയുന്ന പോലെ തന്നെ വേറൊരു അതർ ടൈപ്പ് ആണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നോർമലി യൂസ് ഓഫ് കമ്പൈലർ ഫോർ കൺവേർട്ടിംഗ് വൺ ഡേറ്റ ഇൻടു അനദർ അല്ലെ, ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇൻസ്റ്റെഡ് ദ യൂസർ എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻ വിത്തിൻ ദ പ്രോഗ്രാം ദ ഡേറ്റ ടൈപ്പ് ഓഫ് ദ ഓപ്പറന്റ് ഇൻ ദ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പൊ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ റൂൾസ് ഔട്ട്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇംപ്ലിസിറ്റ് റൂൾസ് പോലെയല്ല ഇതെന്ന് പറയുന്നത്. നോർമലി യൂസ് ഓഫ് കമ്പൈലർ ഫോർ കൺവേർട്ടിംഗ് വൺ ഡേറ്റ ടൈപ്പ് ഇൻടു അനദർ. എങ്ങനെ? യൂസർ കൊടുക്കുന്ന ഡെഫിനിഷൻ അനുസരിച്ച് യൂസർ ഡിഫൈനിങ് കാര്യങ്ങളെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതിനകത്ത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലായോ? സപ്പോസ് എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഡബിളില് ഇത് കണ്ടോ, DA 4.5, ഡബിൾ DB 4.6, ഡബിൾ DC 4.9 ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് റിസൾട്ട് എടുക്കുവാണ്, ഇന്റിജർ ആയിട്ട് റിസൾട്ട് എടുക്കുന്നത് കണ്ടോ, ഇന്റ് റിസൾട്ട് ഈക്വൽ ടു ഇന്റ് DA പ്ലസ് ഇന്റ് DB പ്ലസ് ഇന്റ് DC ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് പ്രിന്റ്എഫില് റിസൾട്ട് ഈക്വൽ ടു %D, എന്നിട്ട് റിസൾട്ടിനെ നമ്മൾ എടുത്തു. കണ്ടല്ലോ? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? റിസൾട്ടിലേക്ക് ഇന്റിജർ DAയും ഇന്റിജർ DBയും ഇന്റിജർ DC എടുക്കുന്നത് കണ്ടല്ലോ. ബട്ട് നമ്മൾ ഇവിടെ DA DC DB കൊടുത്തിരിക്കുന്നത് എന്തായിട്ടാ കൊടുത്തിരിക്കുന്നത്? ഡബിൾ ആയിട്ട്. പക്ഷെ ആൻസർ എടുക്കാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തായിട്ടാ? ഇന്റിജർ ആയിട്ട്. അതുകൊണ്ട് ഇന്റിജർ ആയിട്ട് എടുക്കുള്ളൂ. അതാണ് എക്സ്പ്ലിസിറ്റ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സി ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് കാസ്റ്റിംഗ് എന്നാണ് നമ്മള് ടൈപ്പ് കൺവേർഷൻ അല്ലെ ടൈപ്പ് കാസ്റ്റ്, ഇത് രണ്ടും റിലേറ്റഡ് ടേംസ് ആണ്. ടൈപ്പ് കൺവേർഷൻ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ സാധനം. ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ വേ ടു കൺവേർട്ട് എ വേരിയബിൾ ഫ്രം വൺ ഡേറ്റ ടൈപ്പ് ടു അനദർ ഡേറ്റ. ഒരു ഡേറ്റ ടൈപ്പിനെ വേറൊരു ഡേറ്റ ടൈപ്പ് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ലോങ് വാല്യൂ കിടക്കുന്ന ഒരു സാധനം നമുക്ക് ഇന്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ വാല്യൂവിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഒരു ടൈപ്പായിട്ട് വേറൊരു ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിൽ ഇത്രയും കൊടുത്താൽ മതി. ആദ്യം ഒരു ടൈപ്പ് നെയിം കൊടുക്കാം, പിന്നെ എക്സ്പ്രഷൻ കൊടുക്കാം. എക്സാമ്പിൾ സിമ്പിൾ, ഈ എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ടോ, ഇന്റ് സം 17 കൗണ്ട് 5 ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഡബിളിലാണ് നമ്മൾ മീൻ ചെയ്തേക്കുന്നത്. കണ്ടല്ലോ? ഡബിളിലായിട്ടാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ മീൻ ഈക്വൽ ടു ഡബിൾ ഓഫ് സം ബൈ കൗണ്ട് അതാ കൊടുത്തേക്കുന്നത്. കണ്ടല്ലോ? അപ്പൊ ഈ ഇവിടെ എന്താ സംഭവിച്ചേ? ഡബിൾ മീൻ ആണ് കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ മീൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ആ ഡബിൾ സം ബൈ കൗണ്ട് എടുത്തപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഡബിൾ ആക്കി. കണ്ടോ? ആദ്യം നമ്മൾ എന്തായിട്ടാ സമ്മും കൗണ്ടും കൊടുത്തേക്കുന്നത്? ഇന്റിജർ ആയിട്ട്. വീണ്ടും നമ്മൾ ഡബിൾ ആയിട്ടാണ് മീൻ കൊടുത്തത്. മീൻ കണ്ടുപിടിക്കേണ്ട വാല്യൂ നമുക്ക് ഡബിൾ ആയിട്ട് വന്നു.
ഓക്കെ. പക്ഷേ നമ്മൾ ആ ഫോർമുല ഡിഫൈൻ ചെയ്തപ്പോൾ വീണ്ടും നമ്മൾ സം ബൈ കൗണ്ട് എന്ന് പറയുന്നത് വീണ്ടും ഡബിളിൽ കൊടുത്തു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഓൾസോ നമുക്ക് കിട്ടുന്ന മീനും എന്ത് തന്നെയായിരിക്കും? ഡബിൾ ആയിരിക്കും. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ നമുക്ക് മീൻ ഡബിളിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ നോർമലി എടുക്കുന്നത് ഇന്റിജർ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള പോയിന്റഡ് വാല്യൂസ് ഒന്നും കിട്ടത്തില്ല. ഇന്റിജർ ആയിട്ട് കൊടുത്താൽ പോയിന്റഡ് അല്ലാത്ത വാല്യൂസ് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ സം ബൈ കൗണ്ട് ഡബിൾ ആക്കി കൊടുത്തോണ്ട് മീനും നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? പോയിന്റഡ് വാല്യൂ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മള് കൺവേർഷൻ. ഇപ്പൊ നമ്മള് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ എക്സാക്ട് വാല്യൂ കിട്ടുമ്പോൾ കണ്ടോ 3.4000 അങ്ങനെ വരും. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഡബിൾ കൊടുത്തില്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റിജർ 3 മാത്രം പ്രിന്റ് ആവും. മനസ്സിലായോ? ഇവിടെ ഈ ഡബിൾ കൊടുത്തില്ലെങ്കിൽ, ഈ ഡബിൾ ഇല്ലേ, ഈ രണ്ടാമത് മീനു കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്, ഇത് ഡബിൾ ഇവിടെ കൊടുത്തില്ലെങ്കിൽ നമുക്ക് നോർമലി 3 എന്ന് പറയുന്ന വാല്യൂ മാത്രമായിരിക്കും പ്രിന്റ് ആവുക. അത് ഡബിൾ അവിടെ കൊടുത്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് എക്സാക്ട് വാല്യൂ അവിടെ പ്രിന്റ് ആയത്. ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി ഇന്റിജർ പ്രൊമോഷൻ എന്ന് നമ്മൾ പറയും. ഇന്റിജർ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് വാല്യൂ ഓഫ് ഇന്റിജർ ടൈപ്പ് സ്മോളർ ദാൻ ഇന്റിജർ ഓർ അൺസൈൻഡ് ഇന്റിജർ ആർ കൺവേർട്ടഡ് ഐദർ ഇന്റിജർ ഓർ അൺസൈൻഡ് ഇന്റിജർ. അതായത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് ഏത് വാല്യൂ എടുത്താലും നമുക്ക് അതിനുള്ള ഈ ഒരു പർട്ടിക്കുലർ ബൈനറി വാല്യൂ ഉണ്ടാവും. അതിപ്പോ നമ്മൾ ഇന്റിജർ കൊടുത്താലും ക്യാരക്ടർ കൊടുത്താലും എല്ലാം അങ്ങനെയുണ്ട്. ഇനി ഇവിടെ നോക്കിക്കേ, നമ്മൾ ഒരു വാല്യൂ ഇന്റിജർ ആയിട്ടും കൊടുത്തു, ഒരു വാല്യൂ നമ്മൾ ക്യാരക്ടർ ആയിട്ടും കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വാല്യൂ അല്ലേ? i പ്ലസ് c എന്ന് കിട്ടുമ്പോൾ ഒരു കോംപ്ലക്സ് വാല്യൂ കിട്ടുന്നത്. മനസ്സിലായല്ലോ? അത് പെർഫെക്റ്റ്ലി അതിന്റെ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരിക്കും ഈ c എന്ന് പറയുന്നതിന് ഒരു ആസ്കി വാല്യൂ ഉണ്ട്, അതായത് ബൈനറി വാല്യൂ ഉണ്ട്. ആ ബൈനറി വാല്യൂവിനെ ശരിക്കും പെർഫെക്റ്റ് ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 99 ആണ് അതിന്റെ ആസ്കി വാല്യൂ. ആ ആസ്കി വാല്യൂ നമുക്ക് ഇപ്പൊ അറിയാമെങ്കിൽ ഓക്കെ 99 അങ്ങനെ അറിയാം. പക്ഷെ സിസ്റ്റത്തിന് അറിയാം എന്താണ് ഓരോ ക്യാരക്ടേഴ്സിനും A to Z ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ആസ്കി ഉണ്ടാവും. അപ്പൊ ഈ ആസ്കി വെച്ചിട്ടാണ് എന്താ അവിടെ ചെയ്യുന്നത്? സമ്മ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ഐയും സിയും കൂടെ ആഡ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. കണ്ടല്ലോ? പക്ഷെ സി ഒരു ക്യാരക്ടറാണ്. ക്യാരക്ടറിന് അപ്പൊ എങ്ങനെ സമ്മ് ചെയ്യും നമ്മള്? അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്ന? സിസ്റ്റം എന്ത് ചെയ്യും? ഈ സിയുടെ ആസ്കി വാല്യൂ എടുക്കും. മനസ്സിലായോ? എന്നിട്ട് ആ സിയുടെ ആസ്കി വാല്യൂ ഇപ്പൊ 99 ആണെങ്കിൽ 99 പ്ലസ് 17 ചെയ്യും. ഓക്കെ. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ 116 ആണ്. അപ്പൊ വാല്യൂ ഓഫ് സം എന്ന് പറഞ്ഞ് 116 അവിടെ പ്രിന്റ് ആവും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് ശരിക്കും ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അൺസൈൻഡ് ആയിട്ടുള്ള, അതായത് ഇപ്പൊ പെർട്ടിക്കുലർ നമ്മളൊരു കോംപ്ലക്സ് പ്രോഗ്രാം ആയിട്ട് ഇതിനെ പറയാൻ വേണമെങ്കിൽ, പക്ഷെ അത് എക്സാക്ട് വാല്യൂവിൽ നമുക്കത് ഡിസ്പ്ലേ ആവും. അതിന്റെ കാരണം ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വാല്യൂ എടുക്കുമ്പോൾ സം എന്ന് പറഞ്ഞ പെർസെന്റേജ് ഡി വിളിച്ചേക്കുന്നത്. ഇന്റിജർ ആയിട്ടുള്ള ആൻസർ തന്നെയായിരിക്കും നമുക്ക് ഇതിനകത്ത് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞത്. പിന്നെ ഉള്ളത് ഒരു ഞാൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നോ? മറ്റേ ഇഫ് എൽസ് ഇഫ് അതൊക്കെ പറഞ്ഞായിരുന്നോ? അത് പറയാം. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞല്ലേ? ഇനിയിപ്പോ നമുക്ക് നോക്കാനുള്ളത് ബോർഡ് കാണാവോ? ഇല്ല ടീച്ചർ. ഇപ്പൊ കാണാവോ വിശ്വത്? കാണാം. ഇനി നമുക്ക് നോക്കാനുള്ളത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകളാണ് കേട്ടോ. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് നോക്കാനുള്ളത് ഇഫ് എൽസ്, ഇഫ് എൽസ് ഇഫ്, അത് പിന്നെ സ്വിച്ച് കേസ്.
പിന്നെ ഈ ലൂപ്പിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രേക്ക് കണ്ടിന്യൂ. ഓക്കെ, ആ പിന്നെ ഉള്ളത് ഉം. നമ്മുടെ ഇറ്ററേഷൻ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഏതൊക്കെയാ? നമ്മുടെ വൈല്, ഡു വൈല്, അതൊക്കെ. ആ ആ ഫോർ ലൂപ്പ്, നെസ്റ്റഡ് ഉം, ലൂപ്പുകൾ. നെസ്റ്റഡ് ലൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഉം. ഇപ്പൊ നമ്മൾ ഫോർ ലൂപ്പ് തന്നെ ഒരു ഇതിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നില്ല. അതിനെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയും. ഉം. പിന്നെ ഗോ ടു ഉണ്ട്, ഗോ ടു, കോമ ഓപ്പറേറ്റർ. ഇത്രയാണ് നമുക്ക് ഇനി ഇതിനകത്ത് നോക്കാനുള്ളത്. ഓക്കെ, ഓക്കെ അപ്പൊ ആ ഇതില് ഫസ്റ്റ് നമ്മള് ഇഫ് ക്ലോസ് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് നമ്മൾ ഇഫ് കണ്ടീഷൻ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ആ ഉം. ആ അപ്പൊ ഇതില് ഫസ്റ്റ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഫ് ഒരു ട്രൂ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സീല് ആ ആ ട്രൂവിനകത്ത് ട്രൂ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് ട്രൂ കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ. ദാറ്റ് മീൻസ് അവിടെ ട്രൂ കണ്ടീഷനെ ഇപ്പൊ നമ്മൾ എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്തു, അതൊരു കണ്ടീഷൻ അല്ലേ. ഞാൻ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ പറഞ്ഞില്ലായിരുന്നു. അത് ആ കണ്ടീഷണൽ എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടീഷൻസ് നമ്മൾ സ്റ്റേറ്റ്മെന്റുകളിൽ പല രീതിയിലായിരിക്കും ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഒരു കണ്ടീഷൻ വരിക. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അവിടെ ചെക്കിംഗ് കണ്ടീഷൻ പ്രോഗ്രാമിൽ കൊടുക്കുന്നതാണ് ഇഫ് ക്ലോസ്. ഓക്കെ, അപ്പൊ സി ആ സപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഇഫില് നമ്മൾ യൂസ് ചെയ്യുന്ന ഇഫ് എൽസ് എന്നാണ് കോമൺലി ഇതിനെ നമ്മൾ പറയുന്നത്. ബട്ട് ഇതില് ആ ഇത്രയും ഇഫ് ക്ലോസ് ആണെന്ന് ഓർത്തിരിക്കാം. ഇതിൽ എപ്പോഴും ഇഫ് എപ്പോഴും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ട്രൂവിനെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. എൽസ് പാർട്ട് എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഫോൾസിനെ ആയിരിക്കും. ആ ക്ലിയർ ആയല്ലോ. ഉം. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചാൽ, ഇഫിനകത്ത് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്താൽ 20 ഗ്രേറ്റർ ദാൻ 18 ആണോ, ഇങ്ങനെ ചെക്ക് ചെയ്യാം. ആ ആണെങ്കിൽ എനിക്ക് എന്ത് വേണം? പ്രിന്റ് ചെയ്യണം. പ്രിന്റ് എഫില് ഞാൻ ഇങ്ങനെ കൊടുത്തു 20 is greater than 18 ഇങ്ങനെ കൊടുത്തു. കണ്ടല്ലോ, ഉം. ഇതൊരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഉം. ഇതിൽ നമ്മളിപ്പോ ഒരു പ്രോഗ്രാമിനിടയിൽ ഇപ്പൊ ഇങ്ങനെ കൊടുക്കണം അല്ലെ. ആ പ്രോഗ്രാം ഇങ്ങനെ ഫസ്റ്റ് കൊടുക്കല്ല, മെയിനകത്ത് നമ്മളൊരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്തിട്ട് നമുക്കിപ്പോ എനിക്ക് എയും ബി എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ട്. എ ബി എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കാം. ആ ഈ ആ എയും ബി എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിൽ എ ഗ്രേറ്റർ ദാൻ ബി ആണെന്ന് നോക്കി ഞാൻ. ഇഫിനകത്ത് ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണോ. ആ ആണെങ്കിൽ ഇവിടെ എനിക്ക് പ്രിന്റ് എഫിൽ എന്ത് വേണം? എ ഈസ് ഗ്രേറ്റർ എന്ന് പ്രിന്റ് ചെയ്യണം. അല്ലെങ്കിൽ ഫോൾസിൽ എൽസിൽ എനിക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പൊ നമ്മൾ എൽസിൽ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ എൽസിൽ എന്താ കൊടുക്കേണ്ടത്? നമ്മള് ഒരു എൽസ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് പ്രിന്റ് എഫിൽ എനിക്ക് കൊടുക്കാം 18 is greater 18 ഈസ് ഗ്രേറ്റർ ദാൻ 20 18 ഈസ് ഗ്രേറ്റർ. അത്രയും കൊടുത്താലും ഇത്രയേ ഉള്ളൂ. ആ ഇതാണല്ലോ. അപ്പൊ ഇതാണ് എക്സാക്ട് കാര്യം. ഇതൊരു കണ്ടീഷൻ. അപ്പൊ ഈ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ if else ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഇഫ് ക്ലോസ് കേട്ടോ. ഉം. അപ്പൊ ആ ഇഫ് ക്ലോസ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന എക്സാക്ട് ഒന്നെങ്കിൽ നമുക്ക് ഇഫ് മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എൽസ് പാർട്ടും കൂടെ യൂസ് ചെയ്യാം. എപ്പോഴും സി പ്രോഗ്രാമിങ്ങിന് നമ്മൾ ഇഫ് വിത്ത് എൽസ് ആണ് കൊടുക്കുക കേട്ടോ. ആ ഇഫ് വിത്ത് എൽസ് ആണ് നമ്മൾ മിക്കപ്പോഴും ഒരു കണ്ടീഷൻ ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊടുത്തു, ഇന്റിജർ ആയിട്ട് ഒരു പ്രോബ്ലം കൊടുക്കുകയാണ്. ടൈം ഈക്വൽ ടു 20 ആണോ? ഓക്കെ, എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയാണ്, ഇഫിനകത്ത് ടൈം ലെസ് ദാൻ 80 ആണെന്ന് നോക്കി. ഞാനിപ്പോ ഒരു സിമ്പിൾ പ്രോഗ്രാം ചെയ്യുന്നു എന്ന് മാത്രം. സെയിം ഇങ്ങനെ ആ കൊടുക്കും. അപ്പം ഇങ്ങനെയാണ് പ്രിന്റിനകത്ത് നോട്ട് എന്താണ് യെസ് ദാറ്റ്സ് കറക്റ്റ് ഇങ്ങനെ കൊടുത്തു ഒരു ഓപ്ഷൻ. ഇത് അവിടുത്തെ ട്രൂ കണ്ടീഷൻ ആണ്. ഇത് ക്ലോസ് ചെയ്തു. ഇനി ഇതിന്റെ എൽസ് പാർട്ട് എനിക്ക് ഇങ്ങനെ കൊടുക്കാം. എൽസ് പാർട്ടിൽ ഞാൻ എന്ത് കൊടുത്തു? പ്രിന്റ് എഫിൽ അടുത്ത് ഇതേപോലെ തന്നെ പ്രിന്റ് എഫിൽ ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ് നോട്ട് സെയിം. ഇനി നമുക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് കൊടുക്കാം. കണ്ടോ, ഇത്രയുള്ള സാധനം. അപ്പൊ ഇതാണ് ശരിക്കും ഈ ക്ലോസിന്റെ എൽസ് പാർട്ടിന്റെയും യൂസേജ്. അപ്പം അറ്റ് എ ടൈമിൽ ഒരൊറ്റ കണ്ടീഷനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഈ ക്ലോസ് യൂസ് ചെയ്യുന്നത്. പറഞ്ഞു. ഇഫില് മറ്റേ പ്രിന്റ് എഫ് ഇസ് ദാറ്റ് കറക്റ്റ് തെറ്റല്ലേ? ടൈം ഇസ് ഈക്വൽ ടു 20 ടൈം. അതെ അത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഓപ്ഷൻ കൊടുത്താൽ തന്നെ വിട്ടുന്നേ ഉള്ളൂ. അപ്പൊ തെറ്റാണെങ്കിൽ എപ്പോഴും ഈ എൽസ് പാർട്ട് ആയിരിക്കും വർക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ എന്നാ കൊടുത്തെന്ന് പറഞ്ഞാലും ഇത് കറക്റ്റ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും അല്ലെ ആ കണ്ടീഷൻ എപ്പോഴും ട്രൂ ആവണം. എങ്കിൽ മാത്രമേ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കത്തുള്ളൂ. ഇതിപ്പം ടൈം 20 ലെസ് ദാൻ 18 എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് കറക്റ്റ് അല്ലല്ലോ.
കറക്റ്റ് ആ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്രിന്റ് ചെയ്യുന്ന നോട്ട് സെയിം എന്നാണ്. ആ ഈ പ്രോഗ്രാമിൽ നമുക്ക് നോട്ട് സെയിം എന്നേ വരത്തുള്ളൂ. മനസ്സിലായല്ലോ? ഓ എന്തുകൊണ്ടാ ഓ ടൈം ലെസ് ദാൻ 18 എന്നല്ല കൊടുത്തിരിക്കുന്നത്. ആ അപ്പൊ ഇവിടെ നമ്മൾ 20 ആണ് വാല്യൂ ടൈമിന്റെ. അപ്പൊ 20 ലെസ് ദാൻ 18 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൾസ് അല്ലേ? അതുകൊണ്ട് ആ നോട്ട് സെയിം എന്ന് പേർക്കോ. അത് മറ്റേത് അത് പ്രോബ്ലം ഒന്നും ഇല്ല. നമ്മൾ ഇവിടെ എക്സാക്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇത് വർക്ക് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് കൊടുക്കാൻ പാടും. ആ ക്ലിയർ ആയല്ലോ? ഓക്കെ. ആ അപ്പം ആ അത്രയും കാര്യങ്ങൾ ഓക്കെ. മനസ്സിലായില്ലേ? ഇനി ഇനി എനിക്ക് അറ്റ് എ ടൈമില് ഒന്നിലധികം കണ്ടീഷൻസ് ചെക്ക് ചെയ്യണമെങ്കിലോ? എനിക്കിപ്പോ ഒറ്റ കണ്ടീഷൻ ട്രൂ പോരാ, ഒന്നിലധികം കണ്ടീഷൻസ് അറ്റ് എ ടൈമിൽ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ ഇപ്പൊ നമ്മള് ഞാൻ ഇങ്ങനെ പറയുവാണ്, ഇപ്പൊ നമ്മൾ ആ ചെയ്ത പ്രോഗ്രാം തന്നെ ഇന്റിജർ ആയിട്ട് ടൈം ഈക്വൽ ടു 22 എന്ന് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ പറയാണ്, ഇഫ് ടൈം ലെസ് ദാൻ 10 ആണോ, ഇങ്ങനെ കൊടുത്തു. ചെക്ക് ചെയ്യാണ്. ഇപ്പൊ പ്രിന്റ് എഫില് എനിക്ക് എന്ത് വരണം? പ്രിന്റ് എഫില് ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് കൊടുക്കും. 10 അവേഴ്സിനേക്കാളും ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഇടാം. അപ്പൊ ടൈം 10നേക്കാൾ ലെസ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് ആണ്. അല്ലെങ്കിലോ എൽസ് ഇഫിൽ വീണ്ടും എനിക്കൊരു കണ്ടീഷൻ കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. എൽസ് ഇഫിൽ എനിക്ക് നോക്കണം ടൈം എന്താണ് ലെസ് ദാൻ 20 ആണോ നോക്കി. ഓക്കെ, ലെസ് ദാൻ 20 ആണെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. ലെസ് ദാൻ 20 ആണെങ്കിൽ എനിക്ക് പ്രിന്റ് എഫില് എന്താണ് ഗുഡ് ഡേ എന്നെല്ലാം കൊടുക്കാം. ഗുഡ് ഡേ അങ്ങനെ കണ്ടോ? ഇത് ക്ലോസ് ചെയ്തു. ഇനി എനിക്ക് എൽസില് ഇതൊന്നും അല്ലെങ്കിൽ എനിക്ക് എൽസില് പ്രിന്റ് എഫില് ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞു. കണ്ടല്ലോ? ഇത്രയോ. അപ്പൊ ഇവിടെ എനിക്ക് അറ്റ് എ ടൈമിൽ ഞാൻ എത്രയോ കണ്ടീഷൻസ് ചെക്ക് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ കണ്ടീഷൻ, ട്രൂ കണ്ടീഷൻസ് തന്നെ എനിക്ക് പല. ഇപ്പൊ സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ രണ്ടും 3 നമ്പേഴ്സ് എടുത്തു. ഈ 3 നമ്പേഴ്സിന് എനിക്ക് ഏതാണ് ഗ്രേറ്റർ നമ്പർ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതേ കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ എയും ബിയും സി എന്ന് പറഞ്ഞ 3 നമ്പേഴ്സ് കൊടുത്തു. എ ഗ്രേറ്റർ ദാൻ ബി ആണെന്ന് നോക്കി. ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ഈസ് ഗ്രേറ്റർ അല്ലെ? എൽസിഎഫില് ബി ഗ്രേറ്റർ ദാൻ സി ആണെന്ന് നോക്കി. അപ്പൊ ബി ഈസ് ഗ്രേറ്റർ. ഓക്കെ, അടുത്ത കേസിൽ ഞാൻ വീണ്ടും ഓക്കെ, ഇത് രണ്ടും അല്ലെങ്കിൽ സി ഗ്രേറ്റർ ആയി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ സാധനമാണ് നമ്മൾ തൊട്ടു മുമ്പ് വേറൊരു ഇതിൽ ചെയ്തത്. ഇതില് വേറൊരു സാധനം ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട്. അത് ഇതാണ്. എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് നോക്കും. എ ഗ്രേറ്റർ ദാൻ ബി ആണോ നോക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇങ്ങനെ പ്രിന്റ് എഫില് ഇപ്പൊ ഇവിടത്തെ കണ്ടീഷൻ അനുസരിച്ച് ഗ്രേറ്റർ എന്ന് കൊടുക്കാം. ഞാൻ ഗ്രേറ്റർ ഈസ് എ എന്ന് കൊടുത്തു. ഈ സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഫുൾ കോളിനാട്ടോ കണ്ടീഷൻ കൊടുക്കുന്നു. അടുത്ത പ്രിന്റ് എഫില് ബി ഈസ് ഗ്രേറ്റർ ഇങ്ങനെ കണ്ടോ? ഇതും നമുക്ക് ഇതിന് മുഴുവനായിട്ടും ചെക്ക് ചെയ്യുന്ന ഇത് ഈ 2-3 കണ്ടീഷൻസ് ഒറ്റയടിക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇത് ചെയ്താലും മതി. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് കംഫർട്ടബിൾ, നമ്മളിപ്പോ ചെയ്ത് പഠിക്കുമ്പോൾ കുറെ ഏത് ടെക്നിക്കാണ് നമുക്ക് ഈസി, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പൊ മോർ ദാൻ ഇഫ് വരുന്ന കണ്ടീഷൻ മനസ്സിലായില്ലേ? ഇഫ് എൽസ് യൂസ് ചെയ്യുക. ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇഫ് യൂസ് ചെയ്യുക. ഒന്നിലധികം കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എൽസ് ഇഫ് യൂസ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി സ്വിച്ചിലേക്ക് പോവാം. അടുത്ത സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയാം എന്താണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതില് അറ്റ് എ ടൈമിൽ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. സെലക്ട് വൺ ഓഫ് മെനി കോഡ് ബ്ലോക്ക് എന്നാണ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ഡേ ചെക്ക് ചെയ്യണം. ഡേ ചെക്കിംഗ് ചെയ്തിട്ടുണ്ടല്ലോ, പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഇൻഡ് ഡേ ഈക്വൽ ടു 4 എന്ന് ഞാൻ അസൈൻ ചെയ്തു. അപ്പൊ ഞാൻ സ്വിച്ച് കേസിൽ ഞാൻ ഇങ്ങനെ കൊടുത്തു. സ്വിച്ചിന്റെ സിന്റാക്സ് നോക്കിയാണ്. സ്വിച്ചിലേക്ക് ഞാൻ ഡേ അസൈൻ ചെയ്തു. ഇങ്ങനെ കണ്ടല്ലോ, ഡേ അസൈൻ ചെയ്തു.
അപ്പൊ എപ്പോഴും സ്വിച്ചിനൊരു സിൻടാക്സ് ഉണ്ട് കേട്ടോ. സ്വിച്ചിന്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്: സ്വിച്ച് എക്സ്പ്രഷൻ. ഇങ്ങനെ എക്സ്പ്രഷൻ കൊടുക്കണം. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടീഷൻ എന്താണ് നമ്മൾ കൊടുക്കേണ്ട സാധനം അതാണ് അവിടെ കൊടുക്കേണ്ടത്. എന്താണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അതാണ് ഈ എക്സ്പ്രഷൻ. എന്നിട്ട് ബ്രാക്കറ്റ്, എന്നിട്ട് കേസ് 1 അല്ലെ കേസ് 1 നമുക്ക് കൊടുക്കാം. കേസ് 1. കേസ് 1 എന്താണ് ഇത്? കണ്ടീഷൻ ആണ് കേട്ടോ. ഈ സാധനം പറഞ്ഞാൽ കണ്ടീഷൻ ആണ്. കണ്ടീഷൻ ആണ്. കേസ് 1 ട്രൂ ആവുകയാണെങ്കിൽ അതിന്റെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. എന്താണ് ആ കേസ് 1 എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്ത് പ്രിന്റ് ചെയ്യണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്യണം. ഒരു കണ്ടീഷനെ അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്ത് കൊടുക്കണം. ആ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അത് ഫോൾസ് ആണോ, അവിടെ ബ്രേക്ക് ചെയ്തോണം. ഓക്കെ, അടുത്ത കണ്ടീഷൻ എടുത്തോണം. അടുത്ത കണ്ടീഷൻ കേസ് 2 ഉണ്ടോ. വീണ്ടും ഇതുപോലെ തന്നെ പ്രിന്റ് കൊടുത്തു. പ്രിന്റ് ഓക്കെ, പിന്നെ ബ്രേക്ക് കൊടുത്തു. അടുത്ത കേസ് 3 പ്രിന്റ് കൊടുത്തു. ബ്രേക്ക് കൊടുത്തു. ക്ലിയർ ചെയ്തല്ലോ. ഓരോ കണ്ടീഷനും എടുത്തെടുത്ത് ഇങ്ങനെ പോകും. ഇങ്ങനെ പോയിട്ട് ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലെങ്കിൽ എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതാണ് ഡീഫോൾട്ട്. ആ ഡീഫോൾട്ടിൽ നമുക്ക് ഇതൊന്നും അല്ലെങ്കിൽ എന്ത് വർക്ക് ചെയ്യണം എന്നുള്ള കോഡ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുക്കും. കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ഇതാണ് ശരിക്കും സ്വിച്ചിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, സ്വിച്ചിലേക്ക് ഞാൻ ഒരു ഡേ ചെക്കിങ്ങിന് വേണ്ടിയുള്ള പ്രോഗ്രാം കൊടുക്കുക. ഞാൻ ഡേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് 4 ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആ പ്രോഗ്രാമിലേക്ക് ഡേ കൊടുത്തു. എക്സ്പ്രഷൻ ആട്ടോ. ഈ ഡേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞ എക്സ്പ്രഷൻ. കണ്ടല്ലോ. അപ്പൊ എക്സ്പ്രഷൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? കേസ് 1 ഒന്നാമത്തെ കണ്ടീഷൻ കൊടുക്കുകയാണ്. പ്രിന്റ് എഫില് മൺഡേ. പ്രിന്റ് എഫ് മൺഡേ എന്ന് കൊടുത്തു. കണ്ടല്ലോ. മൺഡേ ബ്രേക്ക് കൊടുത്തു. നെക്സ്റ്റ് വൺ കേസ് 2 കൊടുത്തു. പ്രിന്റ് എഫില് ട്യൂസ്ഡേ എന്ന് കൊടുത്തു. ട്യൂസ്ഡേ. ഓക്കെ, ബ്രേക്ക് കൊടുത്തു. ഉണ്ടോ, ഓരോന്നും കഴിഞ്ഞിട്ട് ബ്രേക്ക് കൊടുത്തോളൂ. പിന്നെ കേസ് 3 കൊടുത്തു. കേസ് 3ക്കകത്ത് നമ്മൾ പ്രിന്റ് എഫില് വെനസ്ഡേ എന്ന് കൊടുക്കാം. പ്രിന്റ് എഫില് വെനസ്ഡേ. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ബ്രേക്ക് കൊടുത്തു. കേസ് 3 കൊടുത്തു. ഇതേപോലെ തന്നെ പ്രിന്റ് എഫില് കേസ് 4 പ്രിന്റ് എഫില് തേഴ്സ്ഡേ. ഓക്കെ, ഇങ്ങനെ പോകും. എത്ര കേസസ് ഉണ്ടോ അത്രയും കേസസ് ഇങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് പോകും. ക്ലിയർ ആയല്ലോ. കേസ് 4 പ്രിന്റ് എഫ് തേഴ്സ്ഡേ ആകുമ്പോൾ അവിടെ വെച്ച് ബ്രേക്ക് ആവത്തില്ലല്ലോ. അവിടെ വെച്ച് ബ്രേക്ക് ആവും. നമ്മളിപ്പോ തേഴ്സ്ഡേ ആണെങ്കിൽ ഫോർത്ത് സ്റ്റേറ്റ് ഇതുവരെ എത്തത്തുള്ളൂ. ഇതുവരെ വെക്കുമ്പോ തേഴ്സ്ഡേ ആണെന്ന് പ്രിന്റ് ആവും, ബ്രേക്ക് ആവും. മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഒന്നും പ്രിന്റ് ആവില്ല. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞേ, അറ്റ് ടൈമിൽ ഒരൊറ്റ കണ്ടീഷൻ എടുക്കുള്ളൂ. ഇഫ് ഒക്കെ പോലെ തന്നെ. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പറയാം. ഇതിങ്ങനെ കൊടുത്ത് ഞാൻ ഡേ 7 അല്ലേ ഉള്ളത്. അപ്പൊ കേസ് 7 വരെ ഇങ്ങനെ കൊടുക്കും. അത് കഴിഞ്ഞ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡീഫാൾട്ട് കൊടുക്കണം. ഡീഫോൾട്ടിനകത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ഇതൊന്നും അല്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രിന്റ് എഫില് അനദർ ഡേ എന്നോ നോട്ട് ഡിഫൈൻഡ് എന്നോ എന്ത് തന്നെ ഇഷ്ടമുള്ള കൊടുക്കും. ഞാൻ കൊടുത്തു. അതിന് ക്ലോസ് ചെയ്തു. ബ്രേക്ക് കൊടുത്ത് ക്ലോസ് ചെയ്തു. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതില് നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേ, ആ ഡേ നോർമലി നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ പ്രിന്റിലേക്ക് വരും. അതായത് ഈ ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ, സ്വിച്ചിലേക്ക് ഡേ 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഡേ 4 ഇങ്ങോട്ട് വരും. ഡേക്കകത്ത് ഒരു വാല്യൂ ഉണ്ട്. ആ ഡേക്കകത്ത് ഉള്ള വാല്യൂ ആണ് 4. അപ്പൊ 4 ഇതിനകത്തേക്ക് വരും. അപ്പൊ 4 വന്നിട്ട് ഈ കണ്ടീഷൻ നേരെ ഇവിടെ വന്ന് ചെക്ക് ചെയ്തത് 4 ആണോ നോക്കും. അല്ല. അപ്പൊ ഇവിടുന്ന് ക്വിറ്റ് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ഇനി ഇവിടെ വരും 4 ആണോ നോക്കും. ഇതുമല്ല. അപ്പൊ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യും. മനസ്സിലായോ? പിന്നെ കേസ് 3 വരും. കേസ് 3 വരുമ്പോ നോക്കുമ്പോ അല്ല, 4 ആണ് ഓപ്ഷൻ.
നേരെ കേസ് 4 വരും. 4 വരുമ്പോൾ 4 ആണ് ഓപ്ഷൻ. അതിനകത്ത് നമ്മൾ എന്ത് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നോ അത് പ്രിന്റ് ആവും. ഓക്കെ ടീച്ചർ. മനസ്സിലായല്ലോ? അത്രേ. ഇനി നമുക്കുള്ളത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് അറിയാലോ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? സ്വിച്ച് ബ്ലോക്കിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബ്ലോക്കുകളെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഓക്കെ. ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്കിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉപയോഗിച്ചേക്കണേ. ഡേ കൊടുത്തപ്പോ കണ്ടില്ലായിരുന്നോ? അവിടെ ഓരോ പ്രിന്റ് എഫ് കഴിഞ്ഞിട്ട് ബ്രേക്ക് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ഓരോ സ്റ്റേറ്റ്മെന്റുകളുടെ സെലക്ഷൻ സ്പെസിഫൈ ചെയ്ത് അതിനെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡീഫോൾട്ട് കീവേഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ ബ്രേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അതായത് അവിടെ വെച്ച് ബ്രേക്ക് സ്റ്റോപ്പ് ദ എക്സിക്യൂഷൻ, അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ കോഡ് എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ആവും. മനസ്സിലായല്ലോ? ഓക്കെ. ഒന്നുകൂടെ പറയോ? ക്ലിയർ ആയില്ല. അതായത് ഇപ്പൊ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മള് എക്സാമ്പിള് നമ്മളിവിടെ ഈ ബ്രേക്ക് കൊടുത്തിരിക്കുന്നതാണോ ഇതിനെല്ലാം. അതായത് ഈ ചെക്ക് ചെയ്തിട്ട് ആ കണ്ടീഷൻ അടുത്ത കണ്ടീഷനിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മളിവിടെ ബ്രേക്ക് കൊടുത്തേക്കുന്നത്. ഇപ്പൊ ട്രൂ ആണെങ്കിലും ട്രൂ അല്ലെങ്കിലും അടുത്ത കണ്ടീഷൻ എടുക്കും. മനസ്സിലായോ? ട്രൂ ആണെങ്കിൽ അവിടെ വെച്ച് ക്വിറ്റ് ആകും, ട്രൂ അല്ലെങ്കിൽ അടുത്ത കണ്ടീഷനിലേക്ക് പോകും. ഹലോ. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ ഈ ബ്രേക്ക് കൊടുത്തേക്കുന്നത്. ഈ ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ കൊണ്ട് അതിങ്ങനെ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കും. താഴേക്ക് പോകത്തില്ല, അടുത്ത കണ്ടീഷൻ എടുത്തിട്ട് പോകത്തില്ല. മനസ്സിലായല്ലോ? അതാണ് ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വിച്ച് ഒക്കെ കൊടുക്കുമ്പോൾ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ എല്ലാം എടുത്തിട്ട് ട്രൂ കണ്ടീഷൻ മാത്രം വർക്ക് ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കോമൺലി സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഡീഫോൾട്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഡീഫോൾട്ട് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഡീഫോൾട്ട് ഇത് കണ്ടോ? കണ്ടില്ലേ? സ്വിച്ചിനകത്ത് ഏറ്റവും ലാസ്റ്റ് അവസാനം നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഡീഫോൾട്ട്. ഡീഫോൾട്ടിന്റെ ഉപയോഗം എന്നാണെന്നറിയാവോ? നമ്മൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് ഒന്നും അല്ലെങ്കിൽ എന്ത് വർക്ക് ചെയ്യണം? ഇപ്പൊ ഡേ 7 വരെ ഉള്ളൂ. ഡേ 7 കഴിഞ്ഞിട്ട് ഞാനൊരു നമ്പർ കൊടുത്താൽ, ഞാനിപ്പോ 12 എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ കൊടുത്തിരിക്കുവാണ്. ബട്ട് അത് ഡേയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു നമ്പർ അല്ല. അപ്പൊ എനിക്ക് എന്താണ് അനദർ ഡേ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്താണ് വേറെ എന്താണ് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുക്കാം. പ്ലീസ് എൻ്റർ അനദർ വാല്യൂ, അല്ലെ പ്ലീസ് എൻ്റർ അനദർ ഡേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് വേണേലും അവിടെ നമുക്ക് കൊടുക്കാം. ഇതാണ് ഡീഫോൾട്ടിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പ് ഇറ്ററേറ്റിംഗ് ലൂപ്പാണെന്ന് നമുക്കറിയാമല്ലോ. വൈൽ ലൂപ്പ് ഒരു ബ്ലോക്ക് ഓഫ് കോഡ്സിനെ നമുക്ക് റൺ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ബ്ലോക്ക് ഓഫ് കോഡുകളെ നമ്മൾ റൺ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് വൈല്. ബ്ലോക്ക് ഓഫ് കോഡ്സുകളെ, അതായത് ഒരു അറ്റ് എ ടൈമിൽ തന്നെ നമ്മൾ കണ്ടീഷൻ അനുസരിച്ച് ട്രൂ കണ്ടീഷൻ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. ബട്ട് അവിടെ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകളെ അല്ലെങ്കിൽ കണ്ടീഷൻസിനെ വർക്ക് ചെയ്യും. വൈലില് നമ്മുടെ സിൻടാക്സ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈല് ഇതിനകത്ത് നമ്മൾ കണ്ടീഷൻ കൊടുക്കും, എന്നിട്ട് ബ്രാക്കറ്റ് കൊടുത്തു കണ്ടല്ലോ. ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സുകളും കൊടുക്കും. ക്ലിയർ ആയിരുന്നു? എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാം. വൈലിനകത്ത് ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കണം. വൈൽ ലൂപ്പ് എവിടെ തുടങ്ങണം എന്നുള്ളത് ആദ്യം ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം. ഈ വൈലിന് മുകളിലായിരിക്കും അത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ എനിക്കിപ്പോ ഞാൻ ഇവിടെ ഒരു ഇന്റിജർ വാല്യൂ കൊടുത്തേക്കോ ഐ, അതിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എനിക്ക് 0-യിലാണ്. കണ്ടല്ലോ? അപ്പൊ ഇന്റ് ഐ ഈക്വൽ 0 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ് വൈൽ ഐ ലെസ് ദാൻ 5 ആണ്. കണ്ടോ? ഐ ലെസ് ദാൻ 5 ആണ്. അപ്പൊ പ്രിന്റ് എഫിനകത്ത് ഞാൻ ഇങ്ങനെ കൊടുത്തു, എന്താ കൊടുക്കുക, ഒരു %d കൊടുക്കാം. %d കൊടുത്തിട്ട് /n ഡബിൾ കോഡ്സ്, എന്നിട്ട് ഐനെ പ്രിന്റ് ചെയ്യിക്കുകയാണ്. ഞാൻ ഇതിനെ ഒരു ഇൻക്രിമെന്റേഷൻ കൂടെ കൊടുത്തു, I++, എന്നിട്ട് ഇതിനെ ക്ലോസ് ചെയ്തു. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ഐയുടെ വാല്യൂ ആദ്യം സിസ്റ്റം 0 ആക്കി എടുക്കും. എന്നിട്ട് ഇവിടെ നോക്കും, വൈൽ ലൂപ്പിലേക്ക് ഈ ഐയുടെ വാല്യൂ ഇങ്ങ് വരും. എന്നിട്ട് നോക്കും 0 ലെസ് ദാൻ 5 ആണെന്ന് നോക്കും. ഓക്കെ. അപ്പൊ 0 ലെസ് ദാൻ 5 ആണ്, ട്രൂ ആയി. അപ്പൊ ട്രൂ ആയതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നിട്ട് ഐനെ പ്രിന്റ് ചെയ്യിക്കും. അപ്പൊ ഐയുടെ വാല്യൂ ഫസ്റ്റ് വാല്യൂ ഇപ്പൊ നിൽക്കുന്ന 0. അപ്പൊ 0 പ്രിന്റ് ആവും. എന്നിട്ട് പിന്നത്തെ സ്റ്റെപ്പിൽ ഐ ഞാൻ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്, I++ ആവും. I++ 0+1 ആണ്. I ഈക്വൽ ടു I+1, I ഈക്വൽ ടു I+1 എന്നാണ്. അപ്പൊ 0+1 വരും. ഐയുടെ വാല്യൂ ഇപ്പം എത്രയായി? 1 ആയി.
അപ്പൊ നേരെ ഇവിടുന്ന് നേരെ I1 കൂടി കഴിയുമ്പോൾ നേരെ ഇങ്ങോട്ടാ പോകുന്നത്. കണ്ടോ? അവിടെ I1 ലെസ് ദാൻ 5 ആണെന്ന് നോക്കും. കണ്ടല്ലോ? അപ്പൊ 1 ലെസ് ദാൻ 5 ആണ്, അതും ട്രൂ ആണ്. നേരെ ഇങ്ങോട്ട് വന്ന് അതിനെ വീണ്ടും പ്രിന്റ് ചെയ്യും. അപ്പൊ 1 പ്രിന്റ് ആവും. കണ്ടല്ലോ? വീണ്ടും I++ ചെയ്യും. എന്ന് വെച്ചാൽ ഐയുടെ വാല്യൂ ഇപ്പൊ 1, 1+1 ചെയ്യും. എന്ന് വെച്ചാൽ 2. അപ്പൊ ഇങ്ങോട്ട് നേരെ ഇവിടെ നേരെ വീണ്ടും പോകും. 2 ലെസ് ദാൻ 5 ആണ് നോക്കും. അതെ, വീണ്ടും ഇവിടെ വന്ന് അതിനെ പ്രിന്റ് ചെയ്യും. എന്ന് വെച്ചാൽ 2. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞിട്ട് 2+1 ചെയ്യും, 3 ആവും. അങ്ങനെ അങ്ങനെ ഇത് പ്രിന്റ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ 4, 1, 2, 3, 4 വരെ പ്രിന്റ് ചെയ്യും. പിന്നെ ഇവിടെ I ഇൻക്രിമെന്റ് ചെയ്ത് 5 ആവും. 5 ലെസ് ദാൻ 5 ആണെന്ന് നോക്കും. അല്ല, ഫോൾസ് ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ക്വിറ്റ് ചെയ്യും. പിന്നെ ഇങ്ങോട്ട് താഴെ സ്റ്റേറ്റ്മെന്റ് എടുക്കത്തില്ല. മനസ്സിലായല്ലോ? ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? അത് ആണ് വൈൽ ലൂപ്പിന്റെ യൂസേജ്. വൈൽ ലൂപ്പിൽ എപ്പോഴും പ്രോപ്പർ സിന്റാക്സ് ഉണ്ട്. വൈൽ ലൂപ്പിന്റെ ആദ്യം നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ആദ്യം ഇങ്ങനെ കൊടുക്കണം. ഇനീഷ്യലൈസേഷൻ എന്ന് പറയും നമ്മൾ ഈ പ്രോസസ്സിന്. ആദ്യം ഇങ്ങനെ ഒരു വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യുക എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ആണ്. വൈലിനകത്ത് നമ്മൾ കൊടുക്കുന്നതാണ് കണ്ടീഷൻ. ഓക്കെ, ഇത് ഇതിനെ നമ്മൾ ഇൻക്രിമെന്റേഷൻ ഡിക്രിമെന്റേഷൻ എന്ന് പറയും. ഈ I++ എന്നൊക്കെ കൊടുക്കുന്നത് ഇൻക്രിമെന്റ് ആണ്. ഇൻക്രിമെന്റേഷൻ ആണ്, അല്ലെങ്കിൽ ഓർ ഡിക്രിമെന്റേഷൻ. ഓക്കെ, ഡിക്രിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ I മൈനസ് മൈനസ് കൊടുക്കുവാണ്, അത് ഡിക്രിമെന്റേഷൻ ആണ്. കണ്ടല്ലോ? ഓക്കെ, ഇതാണ് വൈലിന്റെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡു വൈൽ ആണ്. ഈ ഡു വൈലിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് വൈൽ ലൂപ്പിനെ തന്നെ ഡു വൈൽ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഇപ്പം വൈൽ ലൂപ്പിൽ കൊടുക്കേണ്ട കണ്ടീഷൻസ് വൈൽ ലൂപ്പിൽ കൊടുക്കാം. ബട്ട് ഡൂവിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കാം. അത്രേ ഉള്ളൂ. കണ്ടീഷൻ നമ്മൾ വൈൽ ലൂപ്പ് വെച്ച് ചെക്ക് ചെയ്യാം. പക്ഷെ സ്റ്റേറ്റ്മെന്റുകളെല്ലാം നമുക്ക് ഡൂവിൽ കൊടുക്കാം. ഇതാണ് ഡു വൈൽ. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിൽ എങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ എപ്പോഴും ഡു ആ കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് വൈൽ കണ്ടീഷൻ കൊടുക്കാൻ പാടുള്ളൂ. അതില് ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, ഇൻഡ് I = 0. ഇൻഡ് I = 0 എന്ന് കൊടുത്തു. എന്നിട്ട് ഡൂവിനകത്ത് നമ്മൾ പ്രിന്റ് ഇത് ഇങ്ങനെ കൊടുക്കുകയാണ്. പ്രിന്റ് %d എന്നിട്ട് കൊടുത്തിട്ട് നമ്മൾ അതിനെ പ്രിന്റ് ചെയ്യിക്കുക. എന്നിട്ട് ഞാൻ ഐയുടെ ++ കൊടുത്തു. എന്നിട്ട് വൈൽ ലൂപ്പിൽ I ലെസ് ദാൻ 5 ആണെന്ന് കൊടുത്തു. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോഗ്രാം തന്നെ നമ്മൾ ഡു വൈൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഇൻഡ് നമ്മളിങ്ങനെ I = 0 എന്ന് കൊടുത്തു. സ്റ്റാർട്ട് ചെയ്യുന്നത് 0 അല്ല. എന്നിട്ട് ഡു കൊടുക്കും. ഡൂവില് ചെയ്യേണ്ട എന്താണ് സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. എന്ത് വർക്ക് ആവണം, ആ വർക്കിംഗ് കണ്ടീഷൻസ് മാത്രമാണ് ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? %d കൊടുത്തു, എന്നിട്ട് /n കൊടുത്തു. കണ്ടല്ലോ? കോമ I കൊടുത്തു. കണ്ടല്ലോ? എന്നിട്ട് I++. കണ്ടല്ലോ? I++ കൊടുത്തു ഇങ്ങനെ. എന്നിട്ട് വൈൽ ലൂപ്പ് കൊടുത്തു. വൈൽ ലൂപ്പിനകത്ത് I ലെസ് ദാൻ 5 ആണ് നോക്കി. കണ്ടല്ലോ? ക്ലിയർ ആയോ? ഇപ്പൊ ഈ തൊട്ട് മുമ്പ് നമ്മൾ എന്നാ ചെയ്തേ? വയലിനകത്ത് എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. ഇതിന് പകരം വൈൽ ലൂപ്പ് ആദ്യം ചെക്ക് ചെയ്യും. I ലെസ് ദാൻ 5 ആണ് നോക്കും. ഐയുടെ വാല്യൂ 0 ആണ്. നേരെ ഇങ്ങോട്ട് വരും. എന്നിട്ട് I ലെസ് ദാൻ 5 ആണ് നോക്കും. ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് വരും, വർക്ക് ചെയ്യും. നേരെ ഓപ്പോസിറ്റ്. അത്രേ ഉള്ളൂ സംഭവം. ഇത് രണ്ടായിട്ട് നമ്മൾ കൊടുക്കുന്നു, മറ്റേത് ഒറ്റയടിക്ക് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ഇതാണ് രണ്ട് ഡു വൈൽ വ്യൂ. ഇത് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഒരു സൈസും അങ്ങനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഒക്കെ വരുന്ന കേസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു കേസ് കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ അത് ഓക്കെ അല്ലേ? ഡു വൈൽ ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമുക്ക് ഡു വൈൽ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഫോർ ലൂപ്പാ. ഫോർ ലൂപ്പിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഫോർ ലൂപ്പില് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു എക്സ്പ്രഷൻ 1 ഉണ്ട്. 1 എന്നിട്ട് ഒരു ഫുൾ കോളം കൊടുക്കും, സെമി കോളം കൊടുക്കും, എന്നിട്ട് എക്സ്പ്രഷൻ 2 കൊടുക്കും, എക്സ്പ്രഷൻ 2 സെമി കോളൻ, എക്സ്പ്രഷൻ 3. കണ്ടോ? ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഫോർ ലൂപ്പ്. എന്നിട്ട് ബ്രാക്കറ്റ് കൊടുത്ത് സ്റ്റേറ്റ്മെന്റുകളൊക്കെ കൊടുത്ത് ഇത് ക്ലോസ് ചെയ്യും. കണ്ടല്ലോ? ഈ ഫോർ ലൂപ്പിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനെ നമ്മൾ ആദ്യത്തെ ഇതിനെ ഇനീഷ്യലൈസ് ചെയ്യുക എന്ന് പറയും. എക്സ്പ്രഷൻ 2 എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ആണ്. എക്സ്പ്രഷൻ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രിമെന്റേഷൻ അല്ലെങ്കിൽ ഡിക്രിമെന്റേഷൻ ആണ്. ഇൻക്രിമെന്റേഷൻ അല്ലെങ്കിൽ ഡിക്രിമെന്റേഷൻ. അപ്പൊ എവിടെ തുടങ്ങണം എന്നുള്ളതാണ് എക്സ്പ്രഷൻ 1.
ഓക്കെ ടീച്ചർ. എവിടം വരെ പോണം എന്നുള്ളതാണ് എക്സ്പ്രഷൻ 2. ഓക്കെ ഓക്കെ എത്ര വെച്ച് കൂടണം എന്നുള്ളതാണ് എക്സ്പ്രഷൻ 3. ഓക്കെ ടീച്ചർ. മനസ്സിലായില്ലേ? ആ ഇനി ഇതിനെ നമ്മൾ എങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഐയുടെ വാല്യൂ വൈൽ ലൂപ്പിലൊക്കെ കൊടുത്ത പോലെ തന്നെ ഐ ഈക്വൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ ലൂപ്പിന് മുമ്പേ കൊടുക്കണം. ആ ഐയുടെ വാല്യൂ എവിടെ തുടങ്ങണം എന്നുള്ളത് ഫോർ ലൂപ്പിന് മുമ്പേ കൊടുക്കണം. മനസ്സിലായോ? ആ അപ്പൊ ഐ ഈക്വൽ ടു ഇൻറ്റ് ഐ എന്ന് കൊടുത്തു ഞാൻ. ആ എന്നിട്ട് ഫോർ ലൂപ്പിനകത്ത് ഐ ഈക്വൽ ടു 0, ആ ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ് അങ്ങനെ കൊടുത്തു. ഓക്കെ ഈ ബോർഡ് ഒന്ന് സ്റ്റക്ക് ആയിരിക്കും, അതുകൊണ്ടാട്ടോ എഴുതാതെ. അപ്പൊ 4 ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ് കൊടുത്തു. എന്നിട്ട് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് പ്രിന്റ്എഫിൽ ഇങ്ങനെ കൊടുക്കുകയാണ് %d ഐ, ഐ എന്ന് കൊടുത്തു. അപ്പൊ ഐയുടെ വാല്യൂ എന്തിൽ തുടങ്ങും? 0യിൽ തുടങ്ങും. ഐ എവിടെ വരെ പോകും? 5 വരെ പോകും. ഐ ഇൻക്രിമെന്റേഷൻ നമ്മൾ കൊടുത്തേക്കണം, ഐ പ്ലസ് പ്ലസ് കൊടുത്തേക്കണം. ഐ 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യും. ഐയുടെ വാല്യൂ 1 വെച്ച് എന്ത് ചെയ്യും? ഇൻക്രിമെന്റ് ചെയ്യും. മനസ്സിലായോ? എന്നിട്ട് പ്രിന്റ്എഫിൽ നമ്മൾ ഐക്ക് എത്ര വാല്യൂ പോകുന്നുണ്ടോ അത്രയും വാല്യൂ നമുക്ക് അത് പ്രിന്റ് ആവും. ക്ലിയർ ആയല്ലോ അല്ലെ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ എക്സാമ്പിള്, ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ് എന്നോളൂ. ഞാനിങ്ങനെ ബ്രാക്കറ്റില് പ്രിന്റ്എഫില് %d ഐ ഉണ്ടല്ലോ. ഇത് സംഭവം കാര്യം മനസ്സിലായില്ലേ? ഇനി നെസ്റ്റഡ് ലൂപ്പ് ആണ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്. ഈ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ലൂപ്പ് അറ്റ് എ ടൈമിൽ ഉപയോഗിക്കുന്നതാണ് നെസ്റ്റഡ് ലൂപ്പ്. അതായത് ഒരു ഔട്ടർ ലൂപ്പും കാണും ഇന്നർ ലൂപ്പുകളും കാണും. അങ്ങനെയുള്ള ലൂപ്പ്, ഒന്നിലധികം ലൂപ്പുകൾ ഒരു ഇതിൽ ഉപയോഗിക്കുന്നതാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഈ മെട്രിക്സ് ഒക്കെ പ്രിന്റ് ചെയ്യില്ലേ നമ്മള്, മെട്രിക്സ്. അപ്പൊ അതിനകത്ത് നമുക്ക് 2 ലൂപ്പ് കൊടുക്കേണ്ടി വരും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം നമ്മുടെ റോയ്ക്ക് വേണ്ടി, ഒരെണ്ണം നമുക്ക് കോളത്തിന് വേണ്ടി. ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ ഇത് റോ ആയിട്ട് നമ്മൾ എടുക്കും, ഇങ്ങനെ ഒരു കോളവും കൊടുക്കും. അപ്പൊ അതിന് രണ്ടിനും സെപ്പറേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ മൾട്ടിപ്പിൾ ലൂപ്പിനെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഇന്നർ, ഒന്ന് ഔട്ടർ ലൂപ്പ് എന്ന് പറയും, 2 ഇന്നർ ലൂപ്പ് എന്ന് പറയും. ഇതിനെ നമ്മൾ എന്താണ് നെസ്റ്റഡ് ലൂപ്പ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇൻഡ് ഐ ജെ എന്ന് പറഞ്ഞ 2 വേരിയബിൾ ഞാൻ സാധാരണ നമ്മൾ ലൂപ്പുകൾക്ക് കൊടുക്കാൻ ഐയും ജെയും ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 4 ഐ ഈക്വൽ ടു 1, എവിടെ തുടങ്ങണം? ഐയുടെ വാല്യൂ 1ൽ തുടങ്ങണം. ഐയുടെ വാല്യൂ എവിടെ വരെ വേണം? ലെസ് ദാൻ 2 വരെ പോകണം. പ്ലസ് പ്ലസ് ഐ ഞാൻ കൊടുത്തു, ഇങ്ങനെ ഒരു ലൂപ്പ് കൊടുത്തു. എന്നിട്ട് ഞാൻ പ്രിന്റ്എഫില് ഔട്ടർ എന്ന് പറഞ്ഞ ഒരെണ്ണം പ്രിന്റ് ചെയ്തു, ഔട്ടർ ലൂപ്പ്. എന്നിട്ട് %d കൊടുത്തു, ഡബിൾ കോഡ്സ് കൊടുത്തിട്ട് ഐനെ പ്രിന്റ് ചെയ്യിക്കുക നമ്മൾ. എന്നിട്ട് ഇങ്ങനെ കൊടുത്തു. ഇനി വേറൊരു ലൂപ്പും കൂടെ കൊടുക്കുക താഴെ, 4 ഇതിവിടെ പ്രിന്റ് ക്ലോസ് ചെയ്യണ്ട കേട്ടോ ഈ ലൂപ്പോടെ. 4 ജെ ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഈക്വൽ ടു 3 ആണ് നോക്കി. പിന്നെ ജെ പ്ലസ് പ്ലസ് ജെ അങ്ങനെ കൊടുത്തു കേട്ടോ, പ്ലസ് പ്ലസ് ജെ എന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് പ്രിന്റ് ഇന്നർ ലൂപ്പ് എന്ന് കൊടുത്തു. ഇന്നർ ലൂപ്പ് %d കൊടുത്തു. അതിൽ ആ ജെയിൽ കിടക്കുന്ന വാല്യൂ തന്നെ പ്രിന്റ് ചെയ്യിച്ചു. എന്നിട്ട് 2 ലൂപ്പിന്റെയും കൊണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പൊ ഈ ഫസ്റ്റ് ലൂപ്പിനെ നമ്മൾ വിളിക്കുന്ന ഔട്ടർ ലൂപ്പ് എന്നാണ്, പുറമേ ഉള്ള ലൂപ്പ്. ഈ ലൂപ്പ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഇൻസൈഡ് ഔട്ടർ ലൂപ്പ് ആണ്. അപ്പൊ ഇന്നർ ലൂപ്പ് കണ്ടല്ലോ, ഇത്രയുള്ള സംഭവം. അപ്പൊ ഇതില് നമ്മൾ എന്താ പറയുന്നത്? ഐയുടെ വാല്യൂ എവിടെ തുടങ്ങണം? 1ൽ തുടങ്ങണം. എവിടെ വരെ പോകണം? 2 വരെ പോകണം. 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പൊ ഔട്ടർ ലൂപ്പ് പ്രിന്റ് ആവുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത്? 1 തൊട്ട് 2 വരെയുള്ള പ്രിന്റിങ് വരും. അതായത് ഇങ്ങനെയായിരിക്കും വരിക.
ഔട്ടർ ഔട്ടർ 1 ഔട്ടർ 2 അങ്ങനെ ഓക്കെ ടീച്ചർ. ഉണ്ടാവും. ഔട്ടർ 1ഉം 2 അവിടെ വരെ പോകാൻ പറ്റുന്നുള്ളൂ. 2 അല്ല ലിമിറ്റ്. അപ്പൊ 2 വരെ അതെ. വർക്ക് ചെയ്യില്ല. ഔട്ടർ 1 ഔട്ടർ 2 അങ്ങനെ വർക്ക് ചെയ്യും. രണ്ടെണ്ണം ഓക്കെ വരെ ടീച്ചർ. പോകത്തുള്ളൂ. പിന്നെയുള്ള ഇന്നർ ലൂപ്പാ. ഇന്നർ ലൂപ്പിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3 വരെ പോകാൻ 3. പറഞ്ഞേക്കണം. അപ്പൊ ആ 1ഉം 2ഉം 3 എടുക്കും. ആ അപ്പൊ ഇന്നർ ലൂപ്പ് 1, ഇന്നർ ലൂപ്പ് 2, 1 ഇന്നർ 2 ലൂപ്പ് ഇന്നർ ലൂപ്പ് 3. അങ്ങനെ വരും. മനസ്സിലായി? ഇതിന്റെ വർക്കിംഗ് ശ്രദ്ധിച്ചോണം. നമ്മൾ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും വേണ്ട. ഔട്ടർ 1 എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇങ്ങനെ വരിക. ഇന്നർ ലൂപ്പ് 1, പിന്നെ ഇന്നർ ലൂപ്പ് 2, പിന്നെ ഇന്നർ ലൂപ്പ് 3, ഇന്നർ ലൂപ്പ് 3 3. അങ്ങനെ വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഔട്ടർ എടുക്കുള്ളൂ. ഔട്ടർ 2, ഇനി ഇതുപോലെ തന്നെ ഇന്നർ ലൂപ്പ് 1, ഇന്നർ ലൂപ്പ് 2, ഇന്നർ ലൂപ്പ് 3. കണ്ടല്ലോ? ആ ഓക്കെ. ഇത്രയേ ഉള്ളൂ സാധനം. ക്ലിയർ ആയില്ലേ? ആ ഇതാണ് നമ്മുടെ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ആ അപ്പോൾ ഒന്നിലധികം ലൂപ്സ് ഒരു പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കുവാണെങ്കിൽ അതിനെ നമ്മൾ ഇന്നർ ലൂപ്പ് ഔട്ടർ ലൂപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരും. അതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ടീച്ചർ. ഓക്കെ. ആ. ഇനി നമ്മൾ ഈ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ നമ്മളൊരു ലൂപ്പ് കൊടുത്തിട്ട് എനിക്ക് എവിടെയെങ്കിലും ആ ലൂപ്പിനെ ഒന്ന് ക്ലോസ് ചെയ്യണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ബ്രേക്ക്. സപ്പോസ് നമ്മളിപ്പം ഞാൻ തൊട്ട് മുമ്പ് നമ്മളൊരു പ്രോഗ്രാം ചെയ്തില്ലായിരുന്നോ? പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള i=5 വരെ പ്രിന്റ് ചെയ്യിക്കാനുള്ള ഒരു പ്രോഗ്രാം ചെയ്തില്ലേ? അപ്പൊ അതില് അതിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന 0-യില് i<5 i++ ഇങ്ങനെയല്ല കണ്ടീഷൻ കൊടുത്തു നമ്മള്. അവിടെ എനിക്ക് ഐയുടെ വാല്യൂ 4 ആകുമ്പോൾ എനിക്ക് ആ ലൂപ്പ് ബ്രേക്ക് ചെയ്യണം. ഞാൻ കണ്ടീഷൻ കൊടുത്തത് 5 വരെയാണ്. പക്ഷെ എനിക്ക് ഐയുടെ വാല്യൂ 4 ആകുമ്പോൾ എനിക്ക് അവിടുന്ന് എന്ത് ചെയ്യണം? എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ക്ലോസ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ കൊടുക്കുന്ന ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക്. ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു കീവേഡ് നമ്മൾ അവിടെ കൊടുക്കും. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം? ഫോർ i=0, i<5, i++. സിമ്പിൾ എക്സാമ്പിൾ 4. ആദ്യം ഇൻഡ് ഐ ഡിഫൈൻ ചെയ്യണേ. ഇൻഡ് ഐ ഡിഫൈൻ ചെയ്തു. 4-നകത്ത് i=0, i<5, i++, ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുവാണ്, ഇഫ് ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ഞാൻ പറയുവാണ് ഐയുടെ വാല്യൂ == 4 ആകുമ്പോ ഇവിടെ ബ്രേക്ക് ആണ്, ബ്രേക്ക് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇനി എന്നിട്ട് എനിക്ക് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് എഫില് ഡബിൾ കോട്സ് %d എന്നിട്ട് /n ആയിരുന്നു. കണ്ടല്ലോ അല്ലെ? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഐയുടെ വാല്യൂ 4 എപ്പോഴാവുന്നോ അപ്പോ ഈ ലൂപ്പ് ഇവിടുന്ന് ബ്രേക്ക് ആവും. മനസ്സിലായോ? അപ്പൊ എനിക്ക് ആദ്യം ഇങ്ങനെ ആയിരിക്കും പ്രിന്റ് ആവുക. 0 എടുക്കും, 1 എടുക്കും, 2 എടുക്കും, 3 എടുക്കും. 4 എടുക്കത്തില്ല. 4 ആവുമ്പോ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് 4 എടുക്കത്തില്ല. പിന്നെ നമുക്ക് <5 കൊടുക്കുന്നതുകൊണ്ട് 3 കൊണ്ട് പ്രിന്റ് ചെയ്ത് നിർത്തും. 5 പിന്നെ അടിക്കുകയല്ലോ. 5-ന് താഴെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇവിടെ ഈ ബ്രേക്കിന് പകരം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നെങ്കിൽ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തത്. കണ്ടിന്യൂ ചെയ്യും. അത്രേ ഉള്ളൂ. 4 വരെ i=4 ആകുന്നത് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അത് അടുത്ത കേസിൽ എത്ര കണ്ടീഷൻസ് ഉണ്ടോ അത്രയും നമുക്ക് അവിടെ വർക്ക്. ടീച്ചർ അപ്പൊ 4 വരെ അല്ലേ എടുത്തുള്ളൂ, 5 വരത്തില്ലല്ലോ? i<5 അല്ലേ? i<5 ആയതുകൊണ്ട് എടുക്കത്തില്ല. ഇപ്പൊ നമ്മൾ കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും ഗ്രേറ്റർ കണ്ടീഷനിൽ നിന്ന് 1 കുറച്ചെടുക്കും കേട്ടോ. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ. എന്നാ നമുക്ക് ഇത്രയും കൊണ്ട് നിർത്താം. ഓക്കെ. ഓക്കെ ബൈ.